Hi friends, welcome to Commerce Bytes. So we are here with the question paper discussion, and we were discussing on the question paper which was held on February 2019, and today we are going to discuss another 4 questions. തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. In that we have discussed 3 questions with 12 keywords. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ വിത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓഫ് ടുഡേയ്സ്. ആൻഡ് ഹിയർ ഇസ് യുവർ ക്വസ്റ്റ്യൻ നമ്പർ 12. അതേ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു ട്രാക്ക് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? So here is the question. Question number 12. Dash is the model of computer data storage in which the digital data is stored in and accessible from multiple distributed connected resources. Options are option A, cloud storage, option B, social networking, option C, social computing, and option D, green computing. So നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ്, ഈ 4 ഓപ്ഷൻസിൻ്റെയും മീനിങ് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഒരു റഫ് ഐഡിയ നിങ്ങൾക്കറിയാമെങ്കിൽ സുഖമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാം, അല്ലേ? സോ നമുക്കിപ്പോൾ ആ 4 ഓപ്ഷൻസിൻ്റെ ഒരു ബ്രീഫിംഗ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ്. കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഒരു കട്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ കീവേഡ് ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും, ഈവൻ ദോ ചിലതിന് മേ ബി ഇൻ ദ മിഡിലായിരിക്കും. ഇവിടുത്തെ കേസിലും അങ്ങനെ തന്നെയാണ്, ഓൾമോസ്റ്റ് ഒരു മിഡിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് കമ്പ്യൂട്ടർ ഡേറ്റ സ്റ്റോറേജ്. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾക്ക് അന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഓപ്ഷൻ ബി, സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന ടേം അറിയാത്ത സ്റ്റുഡൻസ് ഈ കൂട്ടത്തിലുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എല്ലാവർക്കും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ പല സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ ഉണ്ടാവുകയും ചെയ്യും. ലോഗിൻ IDസും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ഒരു പങ്കാളിത്തം വഹിക്കുന്നുണ്ടാവും, റൈറ്റ്? സോ പിന്നെ നിങ്ങൾക്കറിയാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സിയും ഡി ആണ്, സൂപ്പർ കമ്പ്യൂട്ടിങ്ങും ഗ്രീൻ കമ്പ്യൂട്ടിങ്ങും. സൂപ്പർ കമ്പ്യൂട്ടിങ് നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിൻ്റെ തന്നെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടിങ് എന്നുള്ളതും. അതുപോലെ തന്നെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് കൂടുതൽ ഒരു എൻവയോൺമെൻറ്റ് രീതിയിൽ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മേക്ക് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് ആയിരിക്കാം ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലെല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാ? ക്ലൗഡ് സ്റ്റോറേജ്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ കീവേഡ് ഉണ്ട്, അതായത് ക്ലൗഡ് സ്റ്റോറേജ് എന്നുള്ള ഒരു കീവേഡ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഈ 4 ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ബ്രീഫിംഗ്. Cloud storage allows you to save the data and files in an off-site location that you access either through public internet or a dedicated private network connection. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് കൂടുതൽ ഡോക്യുമെൻ്റ് സൈഡാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡേറ്റാസ് ഷുഡ് ബി സ്റ്റോർഡ് ടു ക്ലൗഡ് സ്റ്റോറേജ് എന്ന് ചോദിക്കും. ഓക്കെ, ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ സ്ഥലമില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് ഈ ക്ലൗഡ് സ്റ്റോറേജിനെ കൺസിഡർ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. അതായത് ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അത് നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒന്നും ഉണ്ടാവില്ല. അത് ആക്സസ് ചെയ്യണതും മേ ബി നമുക്ക് ഇൻ്റർനെറ്റിലൂടെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് കണക്ഷനിലൂടെയാണ് നമ്മളത് ആക്സസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ക്ലൗഡ് സ്റ്റോറേജ് ഇസ് ഓൾ ക്ലിയർ ടു യു, റൈറ്റ്? ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഞാൻ പറഞ്ഞ പോലെ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ബേസ്ഡ് സോഷ്യൽ മീഡിയാസ്, നമ്മളുടെ ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ്, കസ്റ്റമേഴ്സ്, ക്ലയൻറ്റ്സ് ഇവരെല്ലാവരെയും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെ പല സോഷ്യൽ നെറ്റ്വർക്കിങ്സ് ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ആൻഡ്
ഓപ്ഷൻ സി വാസ് സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞ പോലെ ദ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. ദ ടേം ഇസ് കോമൺലി അപ്ലൈഡ് ടു ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ഹൈ പെർഫോമൻസ് സിസ്റ്റം അവൈലബിൾ അറ്റ് എനി ഗിവൺ ടൈം. അത്രയധികം സൂപ്പർ പെർഫോമൻസ് ഉള്ള ഹൈ പെർഫോമൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അതായത് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദെയർ റിസോഴ്സസ്. ഇതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് or engineering using and disposing of computer devices in a way that reduces their environmental impact. അതായത് നമ്മൾക്കറിയാം കമ്പ്യൂട്ടർ എന്ത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. സോ അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് അതിൻ്റേതായ കുറേയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഒരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അവർ ആ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുമ്പോഴാണെങ്കിലും അവർ ആ ഒരു എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് നോക്കി അത് റെഡ്യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ഡിസ്പോസിങ് ആണെങ്കിലും യൂസിങ് ആണെങ്കിലും നടത്തുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് ബേസ് ചെയ്ത് ഒരു കീവേഡ് ഉണ്ടായിരുന്നെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ആൻഡ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പവർഫുൾ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി ഒരു കീവേഡാണ് പറഞ്ഞിരുന്നെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് സൂപ്പർ കമ്പ്യൂട്ടർ. മനസ്സിലായോ? ഇതെല്ലാം കീവേഡ്സാണ്. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടതും ഈ കീവേഡ്സാണ്. അണ്ടർസ്റ്റുഡ്? ഇതുപോലെ നമ്മൾ കീവേഡ്സ് വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ബിലീവ് മീ ഗൈസ്, യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം. അതും പാസ് മാർക്കിലായിരിക്കില്ല. യു പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി സ്കോർ അബവ് 80 or 85. ഐ ക്യാൻ പ്രൂവ് ദാറ്റ്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13 ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. വേം, വൈറസ്, സ്പാം, ത്രെഡ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ആൻഡ് നൗ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. സ്റ്റേറ്റ് ലെവൽ ഏജൻസി സെറ്റപ്പ് ഫോർ ഇംപാർട്ടിംഗ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ സെക്ടേഴ്സ് ഇൻ കേരള ഇസ്. ഓപ്ഷൻസ് ആർ NUEPA, ഓപ്ഷൻ ബി SCERT, ഓപ്ഷൻ സി SIEMAT ആൻഡ് ഓപ്ഷൻ ഡി DIET. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ്റെ 5 to 6 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീരീസ് പോലെ തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും അതുപോലെ തന്നെ കുറേ അധികം ട്രിക്സും ടെക്നിക്സും ഞാൻ അതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അതിന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. കാരണം അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ അധികം ടിപ്സ് ഉണ്ട്. അണ്ടർസ്റ്റുഡ്? സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. സോ ആ വീഡിയോസ് കണ്ടവരാണെങ്കിൽ അവർക്ക് ഈസിലി ഈ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അത് അങ്ങനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, ഹിയർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ടുവേർഡ്സ് ദ എൻഡ് നമുക്കൊന്ന് നോക്കാം. ഇംപാർട്ടിംഗ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഓക്കെ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ എഡ്യൂക്കേഷണൽ സെക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്കിവിടെ തന്നിരിക്കുന്നത് അബ്രീവേഷൻസ് ആണ്, അതായത് ലെറ്റേഴ്സാണ്. ആ ലെറ്റേഴ്സ് നമ്മൾക്കിവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷന് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷന് ബന്ധപ്പെട്ട അബ്രിവേഷൻസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ. ഇപ്പോൾ എസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ആയിരിക്കും. ലൈക്ക് വൈസ് വേണം നിങ്ങൾ കണക്ട് ചെയ്യാൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ച ടേംസിൻ്റെ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഫുൾ ഫോം, ഈ അബ്രിവേഷൻസിൻ്റെ ഫുൾ ഫോമും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒറിജിനേറ്റഡ് ഇയറും പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്നും അതോടൊപ്പം ഈ 4 ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷനും ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ NUEPA, അത് ഒറിജിനേറ്റ് ചെയ്തത് 1962 ആണ്. ആൻഡ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇതിൻ്റെ ഏർലിയർ നെയിം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ അബ്രിവേഷൻ, അതായത് NIEPA എന്നും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഒരു പോയിൻ്റ് ആഡ് ചെയ്യുന്നത് NUEPയുടെ ഓൾഡ് നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി മാർക്ക് NIEPA എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ടെൻഷൻ അടിക്കുക പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ആൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഓരോ അബ്രിവേഷൻ ഹയർ എഡ്യൂക്കേഷൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു അബ്രിവേഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനേഷൻ ചെയ്ത ഇയർ, അതിൻ്റെ ഫുൾ ഫോം, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ മെയിനായിട്ട് ഒബ്ജക്റ്റീവ് എന്തിനാണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ. സോ ഹിയർ ഇവിടെ ഇറ്റ് ഡീൽസ് വിത്ത് ദ റിസർച്ച്, ടീച്ചിങ്, കപ്പാസിറ്റി ബിൽഡിംഗ്, സപ്പോർട്ടിംഗ് പ്രൊഫഷണൽ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ടേക്ക് കെയർ ഓഫ് എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് സൗത്ത് ഏഷ്യ. സൗത്ത് ഏഷ്യ ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് രീതികളിലായ റിസർച്ച്, ടീച്ചിങ്, കപ്പാസിറ്റി ബിൽഡിംഗ്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NUEPA. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് SCERT, അതായത് സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം SCERT ടെക്സ്റ്റ് ബുക്സ് എന്നാണ് പറയാറ്. അതുപോലെ CBSE സ്കൂളിലുള്ള പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ബുക്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം NCERT. സോ ഇപ്പം നമുക്ക് സ്റ്റേറ്റ് കൗൺസിൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ടെക്നോളജി, ഇതാണ് SCERTൻ്റെ ഫുൾ ഫോം. അതിനെപ്പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻഡ് ഇതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ March 1978 ആണ്. ഓക്കെ. ഇതിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ന്യൂ ടെക്നിക്സ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്സിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ട്രെയിനിങ് ഫോർ ദ ടീച്ചേഴ്സ്. ഓക്കെ. SCERT അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് സ്റ്റേറ്റ്, C ഫോർ കൗൺസിൽ, E ഫോർ എഡ്യൂക്കേഷൻ, R ഫോർ റിസർച്ച് ആൻഡ് T ഫോർ ട്രെയിനിങ്, അതായിരിക്കുള്ളൂ എന്നുള്ളത്. I hope you people are getting. Okay. Moving to the next option, that is option C, SIEMAT, and that is the answer. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. അണ്ടർസ്റ്റുഡ്? SIEMATൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ഹിയർ ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ദ ഇയർ ജൂലൈ 2005 ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ദ കപ്പാസിറ്റി ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫീൽഡ് ഫങ്ഷണറീസ് ടു മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊവൈഡ് ദ പ്രൊഫഷണൽ സപ്പോർട്ട്. ട്രെയിനിങ് എവിടെ കണ്ടാലും നിങ്ങളുടെ ആ ഒരു അബ്രിവേഷൻ്റെ ഫുൾ ഫോമിൽ ട്രെയിനിങ് കണ്ടാൽ ഉറപ്പിച്ചോ അവിടെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ടീച്ചേഴ്സിനുള്ള ഒരു ട്രെയിനിങ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദ എഫക്റ്റീവ്നെസ് ത്രൂ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലോക്കൽ ലെവൽ ആൻഡ് ദ സ്കൂൾ ലെവൽ മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റീസ്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്, റൈറ്റ്? The last option is DIET, that was originated in the year 1978 October, and the full form as District Institute for Education and Training. District ലെവലിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ District Institute for Education and Training, which was established in each district. എല്ലാ ഡിസ്ട്രിക്റ്റിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്റർ. ഓക്കെ. ഇറ്റ് കോർഡിനേറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ഗവൺമെൻറ് പോളിസീസ്, സെൻറ്റർ ഓഫ് ഗൈഡൻസ് ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ സ്കൂൾസ് ഓഫ് ഡിസ്ട്രിക്ട്സ്. എല്ലാ സ്കൂൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ എഡ്യൂക്കേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ. ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റും ചെയ്യും. ഇതാണ് DIETൻ്റെ ഫുൾ ഫോം. അതോടൊപ്പം തന്നെ അതിൻ്റെ എയിംസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആ ഒരു കീവേഡ് നോക്കിക്കഴിഞ്ഞാൽ ഇംപാർട്ടിങ് എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, IEMAT അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് C, SIEMAT. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. ഓക്കെ. അതായത് നമ്മൾ ആ ഒരു കീവേഡ്സ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. IEMAT മാനേജ്മെൻറ്റിൻ്റെ MA എന്നാണ് ഉദ്ദേശിക്കുന്നത്, മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതി. ഓക്കെ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
The chairman of a teacher selection board should be, options are: option A, able to evaluate the teaching competency of a candidate; option B, able to judge the personality of a candidate; option C, fair and impartial to the candidates; and option D, all of the above. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞോട്ടെ. അതായത് ഇതുപോലെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഓൾമോസ്റ്റ് ആൻസേഴ്സ് എല്ലാം ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിന് ഒരു ട്രിക്ക് കൂടിയുണ്ട്. ഓപ്ഷൻ എ, ബി, സി അതെല്ലാം പോസിറ്റീവ് രീതിയിലാണ്, അല്ലെങ്കിൽ എല്ലാം ഏകദേശം ഒരുപോലെ എന്നുള്ള രീതിയാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഏബിൾ ടു ഇവാലുവേറ്റ് ദ ടീച്ചിങ് കോമ്പറ്റിറ്റൻസി ഓഫ് ദ കാൻഡിഡേറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിക്കോണമെന്ന് വിചാരിക്കൂ. അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ചെയർമാൻ നമ്മളുടെ ടീച്ചിങ് കോമ്പറ്റിറ്റൻസി അറിയാനായിട്ട് നമ്മളോടൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ഡെമോ ക്ലാസ് കാണിക്കൂ എന്ന് പറയാം. സോ ഇതെല്ലാം അവരുടെ ഒരു എബിലിറ്റിയാണ്. നമ്മൾ ഏബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്. സോ അതാണ് ഓപ്ഷൻ എ, അതായത് ഏബിൾ ടു ഇവാലുവേറ്റ് ദ ടീച്ചിങ് കോമ്പറ്റിറ്റൻസി ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് ഇപ്പോൾ കൊമേഴ്സോ ഇംഗ്ലീഷോ മലയാളമോ വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി നമ്മളോട് കുറച്ച് ഇൻറ്റൻസായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അങ്ങനെ ചോദിക്കാനും എബിലിറ്റി ഉണ്ടാവണം. ഇതിനൊക്കെയാണ് ടീച്ചിങ് കോമ്പറ്റിറ്റൻസി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ചെക്ക് ചെയ്യാൻ നമ്മളുടെ ചെയർമാൻ അല്ലെങ്കിൽ സെലക്ഷൻ ബോർഡിലിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടീച്ചറിന് എബിലിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ഓപ്ഷൻ ബി, അതായത് ഏബിൾ ടു ജഡ്ജ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ്. ആസ് എ കാൻഡിഡേറ്റ് നമ്മളുടെ പേഴ്സണാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ ആ ഒരു പെർട്ടിക്കുലർ ചെയർമാനിന് കുറച്ച് കഴിവുണ്ടാവണം, റൈറ്റ്? എന്നാൽ മാത്രമല്ലേ ആ ഒരു കാറ്റഗറിയിൽ പോയി ഇരിക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓപ്ഷൻ സി, ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ടു ദി കാൻഡിഡേറ്റ്സ്. എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഈക്വൽ കാൻഡിഡേറ്റ്സ് ആയിട്ടേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ കാൻഡിഡേറ്റ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസേ കൊടുക്കാൻ പാടുള്ളൂ. സോ ഹിയർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഓപ്ഷൻ ഡി, അതായത് ഓൾ ഓഫ് ദ എബോവ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. Moving to the last question. Dash is the system of behavior and psychological process occurring within a social group or between the social group. Options are: option A, group cohesion; option B, group communication; option C, group interaction; and option D, group dynamics. Here the answer will be option D, that is group dynamics. കൊഹിഷൻ ആണ്. ദാറ്റ് ഈസ് ഒരു ഗ്രൂപ്പ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ എയിം ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. ആ ഒരു ഗോള് അച്ചീവ് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമായിരിക്കണം, അല്ലാതെ ഒരു ഇൻഡിവിജ്വലിൻ്റെ മാത്രം താല്പര്യമാവരുത്, റൈറ്റ്? അതായത് ഒരു ബോണ്ട് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഗ്രൂപ്പ് ടു വർക്ക് വെൽ ടുഗെദർ ഓഫൺ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് കൊഹിഷൻ. ഗ്രൂപ്പ് കൊഹിഷൻ അലൗസ് എ ഗ്രൂപ്പ് ടു വർക്ക് ടുഗെദർ ത്രൂ കോൺഫ്ലിക്റ്റ് ആൻഡ് എമർജ് എ സ്ട്രോങ് ഗ്രൂപ്പ്. അതായത് അവിടെ ചിലപ്പോൾ വല്ല വാക്ക് തർക്കങ്ങളോ ഇല്ലെങ്കിൽ പറയുന്ന കാര്യത്തിനോട് ചിലപ്പോൾ വല്ല യോജിപ്പില്ലായ്മയോ അങ്ങനെ പലതും ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും അവിടെ ഒരു വർക്ക് ടുഗെദർ എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കണം കൂടുതൽ നിൽക്കേണ്ടത്. മനസ്സിലായോ? സോ അതാണ് ഗ്രൂപ്പ് കൊഹിഷൻ. അപ്പോൾ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന വല്ല കീവേഡ്സ് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ഗ്രൂപ്പ് കൊഹിഷൻ. ആൻഡ് മൂവിങ് ടു ദ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതൽ രണ്ടോ അതിൽ കൂടുതൽ പേര് തമ്മിൽ ഉണ്ടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു സംസാരം. ഓക്കെ, അത് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് ആയി മാറി എന്നേ ഉള്ളൂ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാവരും മെസ്സേജസ് അതുപോലെ അവരുടേതായ ഐഡിയാസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നു, ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ.
എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിലാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? സോ ദ മെസ്സേജസ് ദാറ്റ് ആർ എക്സ്ചേഞ്ച്ഡ് ബൈ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഗ്രൂപ്പ്. നമ്മൾ എങ്ങനെയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ രീതി എങ്ങനെയാണോ അതുപോലെയായിരിക്കും ആ ഒരു ഗ്രൂപ്പിൻ്റെ നേച്ചർ. അണ്ടർസ്റ്റുഡ്? Moving to the option C, that is group interaction. Group interaction refers to the dynamics of the team and the way individuals in the group interact with each other. ഇപ്പോൾ അധികം ആരും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, എല്ലാവരും അവരുടേതായ ടാസ്ക് മാത്രം ചെയ്യുന്നുള്ളൂ. അതിൽ നമുക്ക് ഗ്രൂപ്പ് എന്നുള്ള രീതിക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും അവരുടേതായ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ വേണം. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതുപോലെ ഇൻട്രാക്റ്റ് ചെയ്യും, ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുകയേ ചെയ്യുള്ളൂ. അണ്ടർസ്റ്റുഡ്? സോ എപ്പോഴും നമ്മൾ സോഷ്യലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇൻട്രാക്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈഫിലും. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, ആൻഡ് ദാറ്റ് വാസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Group dynamics refers to the process of a group interaction which determines how the group function and how effective it is. It can be divided into intra-group dynamics and inter-group dynamics. നമ്മളുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത പോലെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബിഹേവിയർ ആൻഡ് സൈക്കോളജിക്കൽ പ്രോസസ് ഒക്കറിങ് വിതിൻ ദ സോഷ്യൽ ഗ്രൂപ്പ് ഓർ ബിറ്റ്വീൻ ദ സോഷ്യൽ ഗ്രൂപ്പ്. അതായത് ഒരു സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഉള്ളിലും, അതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ബിറ്റ്വീൻ ദ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നതാണ് ഇൻ്റർ ഗ്രൂപ്പ് ഡൈനാമിക്. ഓക്കെ, സോ അവിടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഫങ്ഷനിങ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എഫക്റ്റീവായിരിക്കും. ഓക്കെ, ആ ഒരു സംഭവത്തിനെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. So that's it for now. We have discussed almost 12-13 keywords and plus 2-3 bonus points. Okay, so work hard and study well. Let's see in the next video. Till then, work hard. Okay, thank you.